ഇന്നത്തെ യാത്ര കോട്ടയം വൈക്കത്തേക്കാണ്. അവിടെ ഒരു പാടശേഖരമുണ്ട്. ഒരു 50 ഏക്കറാന്ന് തോന്നുന്നു. 50 ഏക്കറല്ലേടാ? 50 ഏക്കറാണ്. അവിടെ ഒരു 15 HP പമ്പുണ്ട്. അതൊന്ന് ഓട്ടോമേറ്റ് ചെയ്യുക. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫൈയുടെ അവൈലബിലിറ്റി ഒന്നുമില്ല. വൈഫൈ ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി തന്നെ സ്പെഷ്യലി ഡിസൈൻ ചെയ്തതാണ്. വൈഫൈ ഒന്നും വേണ്ട, ഇൻ്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യും. മൊബൈൽ ത്രൂ അവരുടെ പമ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ബാക്കി വിശേഷം പോണ വഴിക്കറിയാം. ആ കാണുന്നതാണ് പാടശേഖരം. ജസ്റ്റ് അവിടെ കാണുന്ന ആ ഒരു ചെറിയ വീട് പോലെ കാണുന്നതാണ് പമ്പ് വര. അപ്പോൾ അവിടെ ആയിരിക്കും നമ്മൾ കൺട്രോളർ വെക്കാൻ പോകുന്നത്. ഇത് ഇവിടെ ഇൻ്റർനെറ്റ് കണക്ഷൻ തീരെ കിട്ടത്തില്ല. വൈഫൈ തീരെ കുറവാണ്. നമ്മുടെ മൊഡ്യൂള് ഇൻ്റർനെറ്റ് കണക്ഷൻ എവിടെ നിന്ന് വേണമെങ്കിലും ക്യാച്ച് ചെയ്യാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം, ട്രൈ ചെയ്യാം. കൺട്രോളറൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മൾ ഓട്ടോമേറ്റ് ചെയ്ത പമ്പ്. നമുക്കിപ്പോൾ ഫോൺ ത്രൂ ഓൺ ഓഫ് ആക്കാം. വെള്ളത്തിൻ്റെ അളവനുസരിച്ച് ഇത് തന്നെ ഓണും ഓഫും ആയിക്കോളും. ചേട്ടാ അതൊന്ന് ഓണാക്കി കാണിക്കാമോ? ഇതിപ്പം മാനുവൽ മോഡിലാണ്. അതായത് ആൾക്ക് ആവശ്യമുള്ളപ്പോൾ ഓണാക്കാം, ആവശ്യമുള്ളപ്പോൾ ഓഫാക്കാം. ഒന്ന് ഓഫായി കേട്ടോ. ഓക്കെ ഇപ്പോൾ ഇത് ഓഫായിട്ടുണ്ട്. ഇനി അടുത്തത് വരുന്നത് ഓട്ടോമാറ്റിക് മോഡാണ്. ഓട്ടോമാറ്റിക് മോഡ് എന്ന് പറയുമ്പോൾ നമ്മളിതിന് ജസ്റ്റ് ഒന്ന് ഓട്ടോമാറ്റിക് മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വാട്ടർ ലെവൽ ആണെങ്കിൽ 60 സെൻറ്റിമീറ്ററാണ്. ഞാനിപ്പം എനിക്ക് വേണ്ട ലെവലെന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യാൻ പോകുന്നത് 34 സെൻറ്റിമീറ്ററാണെന്ന് വിചാരിക്കുക. ഇതാണ് നമ്മളുടെ കൺട്രോളർ വരുന്നത്, ഈ കാണുന്നത്. ഇതിൻ്റെ അകത്ത് ഇതിനിപ്പോൾ പ്രത്യേകിച്ച് വൈഫൈയുടെ ആവശ്യമൊന്നുമില്ല. അല്ലാണ്ട് തന്നെ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് കൺട്രോൾ ചെയ്യാം. കേരളത്തിൻ്റെ വെളിയിലായാലും എവിടെ നിന്ന് നിങ്ങളുടെ ഫോണിലൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടായാൽ മതി. അപ്പം ഞാനിപ്പോൾ 34 സെൻറ്റിമീറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ വെള്ളം 60 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഓണാവും. ഇപ്പോൾ ഓണായിട്ടുണ്ട്. ഇനി ഇത് എനിക്ക് വേണ്ട വെള്ളത്തിൻ്റെ അളവ് വരെയും 34 വരെയും ഓണായിരിക്കും. അത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓഫാവും. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓഫാക്കി ഇടുവാണ്. മാനുവൽ മോഡിലേക്ക് ഓഫാക്കുകയാണ്. ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ.